ഹായ് മക്കളെ, നമസ്കാരം. സ്മിത ടീച്ചറാണ്. നമസ്കാരം. ഇന്നത്തെ പാഠം മോഷൻ ഇൻ എ പ്ലെയിൻ അഥവാ 2-ഡയമെൻഷണൽ മോഷൻ. നീളം, വീതി എന്നിങ്ങനെ രണ്ടളവുകൾ പറയാവുന്ന മോഷനാണ് 2-ഡയമെൻഷണൽ മോഷൻ. 2-ഡയമെൻഷണൽ മോഷനിൽ നമ്മുടെ ഓബ്ജക്റ്റിന് പ്ലെയിനിന്റെ ഏത് ഡിറക്ഷനിൽ കൂടിയും മൂവ് ചെയ്യാവുന്നതാണ്. ഉദാഹരണങ്ങളിൽ നിന്ന് പ്ലെയിൻ എന്നാൽ എന്തെന്ന് വ്യക്തമാണ്. മേശ, ക്യാരം ബോർഡ്, പേപ്പർ തുടങ്ങിയവയുടെ പ്രതലങ്ങളിൽ കൂടിയുള്ള ചലനം 2-ഡയമെൻഷണൽ മോഷന് ഉദാഹരണങ്ങളാണ്. 2-ഡയമെൻഷണൽ മോഷൻ പറയുമ്പോഴും 3-ഡയമെൻഷണൽ മോഷൻ പറയുമ്പോഴും ഡിറക്ഷൻ വളരെ പ്രധാനമാണ്. 1-ഡയമെൻഷണൽ മോഷനിലാണെങ്കിൽ ആകെപ്പാടെ 2 ഡിറക്ഷൻസ് മാത്രം മതിയാവും, ഫോർവേഡ് ഡിറക്ഷനും ബാക്ക്വേർഡ് ഡിറക്ഷനും. ഡിറക്ഷൻ വിശദമാക്കുന്നതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ കൺസെപ്റ്റാണ് വെക്റ്റർ എന്നത്. വെക്റ്ററിനെ കുറിച്ച് അത്യാവശ്യം ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അളവ് പറയണം, ദിശ പറയേണ്ടതില്ല. അത്തരം ക്വാണ്ടിറ്റീസിനെയാണ് സ്കെയിലർ ക്വാണ്ടിറ്റീസ് അഥവാ അദിശ അളവുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ: സ്പീഡ്, ഡിസ്റ്റൻസ്, ടെമ്പറേച്ചർ എക്സെട്ര. ഇവിടെ ഒരു ക്യൂബിന്റെ വോളിയം കാണിച്ചിട്ടുണ്ട്. വോളിയം പറയുമ്പോൾ ദിശ സൂചിപ്പിക്കേണ്ടതിന്റെ ആവശ്യമില്ല. അതായത് വോളിയം എന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, അദിശ അളവാണ്. ഓക്കെ. അതുപോലെ ടെമ്പറേച്ചർ നോക്കുമ്പോഴും ഡിറക്ഷൻ സൂചിപ്പിക്കേണ്ടതിന്റെ ആവശ്യമില്ല. സോ ടെമ്പറേച്ചർ ഓൾസോ ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. അളവിനോടൊപ്പം ദിശയും പറയുന്നതാണ് വെക്ടേഴ്സ്. വെക്ടേഴ്സ് എന്നാൽ സദിശ അളവുകളാണ്. The quantities having both magnitude and direction are called vector quantities. Example: velocity, force, displacement, etc. ഇവിടെ ഒരു വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് 100 മീറ്റർ എന്ന് കാണിച്ചിരിക്കുന്നു. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡിറക്ഷൻ കാണിക്കുന്നതിന് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാറിനെ മുന്നോട്ട് തള്ളുവാൻ 200 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നത് നോക്കുക. അതുപോലെ കാറിനെ പിന്നോട്ട് തള്ളുവാൻ 200 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്. 200 ന്യൂട്ടൺ എന്ന മാഗ്നിറ്റ്യൂഡിനൊപ്പം ഡിറക്ഷനും സൂചിപ്പിക്കേണ്ടത് കൊണ്ട് ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വ്യത്യസ്ത പാതകളിൽ ഒരു കാറിന്റെ ചലനം കാണിച്ചിട്ടുണ്ട്. കാറിന്റെ വെലോസിറ്റിയുടെ ഡിറക്ഷൻ ആരോ മാർക്ക് ഉപയോഗിച്ച് കാണിച്ചിരിക്കുന്നു. ക്ലിയർ? ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ഉറുമ്പിന്റെ ചലനം കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഉറുമ്പ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തെത്തുന്നത് കാണുക. തുടങ്ങിയ പോയിന്റ് മുതൽ അവസാനിക്കുന്ന പോയിന്റ് വരെയുള്ള നേർരേഖാ ദൂരമാണ് ഉറുമ്പിന്റെ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Displacement is a vector quantity. It is the shortest distance between 2 points. ഒരു ഗ്രാഫ് വരച്ച് XY പ്ലെയിനിൽ കൂടിയുള്ള ഉറുമ്പിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാം. ആദ്യം ഉറുമ്പിന്റെ പൊസിഷൻ P ആയിരുന്നു. വെക്റ്റർ R ആണ് ഒറിജിനിൽ നിന്ന് P യിലേക്കുള്ള പൊസിഷൻ വെക്റ്റർ. ഉറുമ്പ് ചലിച്ച് P1ലെത്തി. ഇവിടെ വെക്റ്റർ R1 എന്ന് കാണിച്ചിരിക്കുന്നതാണ് P1 എന്ന പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്റ്റർ. ഒറിജിനിൽ നിന്നുള്ള ദൂരമായിട്ടാണ് ഈ പൊസിഷൻ വെക്റ്ററിനെ കാണിച്ചിരിക്കുന്നത്. പൊസിഷൻ എവിടെയാണെന്ന് സൂചിപ്പിക്കുന്നു, അതുതന്നെയാണ് പൊസിഷൻ വെക്റ്റർ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നത് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കാലോ. വെക്റ്റർ ക്യാപിറ്റൽ R ആണ് ഉറുമ്പിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം P to P1. Okay, vector R is the displacement vector here. Let's discuss equality of vectors. രണ്ട് വെക്ടറുകൾ തുല്യമാണെന്ന് പറയുന്നത് എപ്പോഴാണ്?
if they have the same magnitude and the same direction. ഇവിടെ റെഡ് കാറിന്റെയും ബ്ലൂ കാറിന്റെയും വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ കേസ് നോക്കുക. റെഡ് കാറിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ബ്ലൂ കാർ മൂവ് ചെയ്യുന്നത്. അവയുടെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് തന്നെയാണ്, പക്ഷേ ഡിറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അത്തരം വെക്ടേഴ്സ് ആണ് നെഗറ്റീവ് വെക്ടേഴ്സ്. ഓക്കെ, സോ എ വെക്ടർ ഹാവിംഗ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് direction opposite to that of a given vector is called a negative vector. വെക്ടേഴ്സ് കൂട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. This method is called triangle method of vector addition or head to tail method. ഡിഫറെന്റ് ഡിറക്ഷൻ ഉള്ള എ ബി എന്നീ രണ്ട് വെക്ടറുകൾ പരിഗണിക്കുന്നു. നമുക്ക് വെക്ടർ എ പ്ലസ് വെക്ടർ ബി കണ്ടുപിടിക്കണം. അതിനെന്തു ചെയ്യും? വെക്ടർ എയുടെ തലഭാഗത്ത് അല്ലെങ്കിൽ ആരോ ഹെഡ് വരുന്ന ഭാഗത്ത് വെക്ടർ എയുടെ വാലുഭാഗം, അതായത് ടെയിൽ വരുന്നത് പോലെ വെക്കുന്നതായി പരിഗണിക്കുക. എന്നിട്ട് എയുടെ വാലും ബിയുടെ തലയും ചേർത്ത് വരയ്ക്കുക. റിസൾട്ടന്റ് വെക്ടറിന്റെ ഡിറക്ഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കുക. മൂന്നാമത്തെ വശം ട്രയാങ്കിളിന്റെ OQ is the resultant vector R, which is equal to the vector A plus vector B. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ ഓർ ഹെഡ് ടു ടെയിൽ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ. ക്ലിയർ? നെക്സ്റ്റ്, ലെറ്റ് us consider parallelogram method of vector addition. രണ്ട് വെക്ടറുകൾ vector A and vector B. They are having different directions as shown in the figure. രണ്ട് വെക്ടറുകളും കൂട്ടിയെടുക്കണം. എന്തു ചെയ്യും? രണ്ടിന്റെയും വാലുഭാഗം ഒരുമിച്ച് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കോമൺ ഒറിജിൻ ഓയിലേക്ക് കൊണ്ടുവരണം. ഇനിയോ വെക്ടർ എയ്ക്കും വെക്ടർ ബിക്കും സമാന്തരമായി, അതായത് പാരലൽ ലൈൻസ് വരച്ച് പാരലലോഗ്രം OQSP പൂർണ്ണമാക്കണം. എന്നിട്ടോ ഓയിൽ നിന്ന് എസിലേക്ക് പാരലോഗ്രത്തിന്റെ ഡയഗണൽ വരയ്ക്കണം. ആ ഡയഗണൽ സൂചിപ്പിക്കുന്നത് റിസൾട്ടന്റ് വെക്ടർ വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആയിരിക്കും. ഇനി ഒന്നുകൂടി നോക്കിക്കോളൂ. പാരലലോഗ്രാം മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ എന്നത് ട്രയാങ്കിൾ മെത്തേഡ് തന്നെയാണ്. അതായത് എയുടെ ഹെഡിനോട് ബിയുടെ ടെയിൽ വരത്തക്ക രീതിയിൽ വരച്ച് എയുടെ വാലും ബിയുടെ തലയും ചേർത്ത് നേർരേഖയിൽ വരച്ചാൽ കിട്ടുന്നത് ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശമായിരിക്കും. അത് രണ്ട് വെക്ടറുകളുടെയും തുകയെ സൂചിപ്പിക്കും. സോ ട്രയാങ്കിൾ മെത്തേഡ് തന്നെയാണ് പാരലലോഗ്രാം മെത്തേഡിലും വരുന്നത്. ഓക്കെ, സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ്. ഇനി നമുക്ക് ഒരു വെക്ടറിൽ നിന്ന് മറ്റൊന്നിനെ കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെയും ഡിഫറെന്റ് ഡിറക്ഷനുള്ള രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. വെക്ടർ എയുടെ തലയോട്, അതായത് ആരോ ഹെഡ് വരുന്നിടത്ത് വെക്ടർ ബിയുടെ വാല് ചേർത്ത് വെക്കുക. റിസൾട്ടന്റ് വെക്ടർ സൂചിപ്പിക്കുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആയിരിക്കും. വെക്ടർ ബിയെ വെക്ടർ എയിൽ നിന്നും കുറയ്ക്കണമെന്ന് വിചാരിക്കുക. എന്തു ചെയ്യും? വെക്ടർ ബിയുടെ വിപരീത ദിശയിൽ, അതായത് ടെയിൽ വരുന്നിടത്ത് വെക്ടർ ബിയുടെ വാലുഭാഗത്ത് മൈനസ് വെക്ടർ ബിയുടെ വാല് വരുത്തുക, അതായത് മൈനസ് വെക്ടർ ബി വരുത്തുക. എന്നിട്ട് എയുടെ വാലും മൈനസ് ബിയുടെ തലയും ചേർത്ത് ലൈൻ വരയ്ക്കുക. റിസൾട്ടന്റ് വെക്ടർ R2 എന്നത് വെക്ടർ എ മൈനസ് വെക്ടർ ബി ആയിരിക്കും. ഇവിടെ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശം രണ്ട് വെക്ടറുകളുടെ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്നു. വെക്ടേഴ്സ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും എങ്ങനെയെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
എക്സാമ്പിൾ എടുത്ത് ചെയ്താലേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. ഒരു വെക്ടറിനെ കമ്പോണന്റ്സ് ആയി സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്ന് പറയുന്നത്. XY പ്ലെയിനിൽ വെക്ടർ P എന്നൊരു വെക്ടർ ഉണ്ടെന്നിരിക്കട്ടെ. ആ വെക്ടറിനെ X ആക്സിസിലേക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റ് PX എന്നും Y ആക്സിസിലേക്ക് വെർട്ടിക്കൽ കമ്പോണന്റ് PY എന്നും സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. സ്പേസിലാണ് വെക്ടർ P യെ പരിഗണിക്കുന്നതെങ്കിൽ X, Y, Z എന്നീ മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണന്റ്സ് ആയി PX, PY, PZ എന്നെടുക്കാവുന്നതാണ്. ഇവിടെ നോക്കിക്കോളൂ. ട്രയാങ്കിൾ മെത്തേഡ് പ്രകാരം വെക്ടർ P ഈക്വൽ ടു വെക്ടർ PX പ്ലസ് വെക്ടർ PY. വെക്ടർ P X ആക്സിസുമായി തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നു എന്ന് കരുതുക. Then PX is the adjacent side of angle theta which is P cos theta. PY is the opposite side of angle theta which is P sin theta. പൈതഗോറസ് തിയറം നമുക്കറിയാലോ. P square equal to PX square plus PY square or modulus of vector P equal to root of PX square plus PY square. യൂണിറ്റ് വെക്ടറുകളെ കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. X ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആണ് I ക്യാപ്, Y ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആണ് J ക്യാപ്, Z ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആണ് K ക്യാപ്. I ക്യാപ്, J ക്യാപ്, K ക്യാപ് ഇവ ഡിറക്ഷൻ സൂചിപ്പിക്കാനുള്ള യൂണിറ്റ് വെക്ടറുകളാണ്. അവയുടെ മാഗ്നിറ്റ്യൂഡ് ഒന്നാണ്. അതുകൊണ്ടാണ് അവയെ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. വെക്ടർ P ഈക്വൽ ടു PXI പ്ലസ് PYJ എന്ന് എഴുതാവുന്നതാണ്. അത് 2 ഡയമെൻഷണൽ പ്ലെയിനിലെ കാര്യമാണ്. ഇനി 3 ഡയമെൻഷണൽ ആയിട്ട് സ്പേസിലാണ് വെക്ടർ P യെ പരിഗണിക്കുന്നതെങ്കിൽ വെക്ടർ P ഈക്വൽ ടു PX ഇൻറ്റു I ക്യാപ് പ്ലസ് PY ഇൻറ്റു J ക്യാപ് പ്ലസ് PZ ഇൻറ്റു K ക്യാപ് ആയിരിക്കും. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സിന്റെ നിത്യജീവിതത്തിൽ നിന്നുള്ള ഏതാനും ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അനലിറ്റിക്കൽ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ പഠിക്കാം. പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഓക്കെ, XY പ്ലെയിനിലുള്ള രണ്ട് വെക്ടറുകളാണ് വെക്ടർ A ആൻഡ് വെക്ടർ B. കമ്പോണന്റ് ഫോമിൽ വെക്ടർ A ആൻഡ് വെക്ടർ B യെ ഇങ്ങനെ എഴുതാം. വെക്ടർ A ഈക്വൽ ടു AX ഇൻറ്റു I ക്യാപ് പ്ലസ് AY ഇൻറ്റു J ക്യാപ്. വെക്ടർ B ഈക്വൽ ടു BX ഇൻറ്റു I ക്യാപ് പ്ലസ് BY ഇൻറ്റു J ക്യാപ്. വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും തുക വെക്ടർ R ആണെന്നിരിക്കട്ടെ. അതായത് വെക്ടർ R ആണ് നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ. ദെൻ വെക്ടർ R ഈക്വൽ ടു വെക്ടർ A പ്ലസ് വെക്ടർ B ഈക്വൽ ടു AX ഇൻറ്റു I ക്യാപ് പ്ലസ് AY ഇൻറ്റു J ക്യാപ് പ്ലസ് BX ഇൻറ്റു I ക്യാപ് പ്ലസ് BY ഇൻറ്റു J ക്യാപ്. കറസ്പോണ്ടിങ് I കമ്പോണൻസ് ആഡ് ചെയ്യണം, അതുപോലെ J കമ്പോണൻസും ആഡ് ചെയ്യണം. സോ വെക്ടർ R ഈക്വൽ ടു AX പ്ലസ് BX ഇൻറ്റു I ക്യാപ് പ്ലസ് AY പ്ലസ് BY ഇൻറ്റു J ക്യാപ്. ഇവിടെ നമുക്ക് AX പ്ലസ് BX ഈക്വൽ ടു RX എന്ന് കൊടുക്കാം, AY പ്ലസ് BY ഈക്വൽ ടു RY എന്നും കൊടുക്കാം. ദെൻ റിസൾട്ടന്റ് വെക്ടർ വെക്ടർ R ഈക്വൽ ടു RX ഇൻറ്റു I ക്യാപ് പ്ലസ് RY ഇൻറ്റു J ക്യാപ്. രണ്ട് വെക്ടറുകളുടെ തുക കാണാൻ കറസ്പോണ്ടിങ് X കമ്പോണന്റുകളുടെയും Y കമ്പോണന്റുകളുടെയും തുക എടുക്കുക. അത്രേ ഉള്ളൂ അനലിറ്റിക്കൽ മെത്തേഡ്. ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ രണ്ട് തരമുണ്ട്. രണ്ട് വെക്ടറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുള്ള റിസൾട്ടന്റ് വെക്ടർ ഒരു സ്കെയിലർ ആണെങ്കിൽ അതിനെ സ്കെയിലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നു. എക്സാമ്പിൾ, വെക്ടർ A ഡോട്ട് വെക്ടർ B ഈക്വൽ ടു AB cos theta. ഇവിടെ capital A is the modulus of vector A and capital B is the modulus of vector B. Theta is the angle between vector A and vector B. ഇതാണ് സ്കെയിലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് കിട്ടുക. ന്യൂമറിക്കൽ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. ഇനി നമുക്ക് മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് റിസൾട്ട് ആയി കിട്ടുക
വെക്ടർ തന്നെയായിരിക്കും. അതിനെ പറയുന്ന പേരാണ് ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രോഡക്റ്റ്. രണ്ട് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടർ ഒരു വെക്ടർ ആണെങ്കിൽ അതിനെ ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്, വേർ ക്യാപിറ്റൽ ഐ is the modulus of vector A, capital B is the modulus of vector B, theta is the angle between vector A and vector B. Here we have to understand that n cap is a unit vector perpendicular to the plane containing both vector A and vector B. Okay, appo xy plane lolla രണ്ട് വെക്ടേഴ്സിന്റെ ആണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ ഏത് പ്ലെയിനിലുള്ളതായിരിക്കും? റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് ഇസെഡ് ആക്സിസിൽ കൂടിയുള്ളതായിരിക്കും റിസൾട്ടന്റ് വെക്ടറിന്റെ ഡിറക്ഷൻ. ഇക്കാര്യവും ന്യൂമറിക്കൽ എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിൻ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഇതൊക്കെ എങ്ങനെ വിശദമാക്കാം? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദി വെക്ടർ ഡ്രോൺ ഫ്രം ദി ഇനിഷ്യൽ പൊസിഷൻ ടു ദി ഫൈനൽ പൊസിഷൻ. ഇവിടെ നമ്മുടെ പാർട്ടിക്കിൾ ആദ്യം പി എന്ന പോയിന്റിലായിരുന്നു, പിന്നീട് അത് പി ഡാഷിലെത്തി. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? 720 പിക്സലില് വീഡിയോ ക്വാളിറ്റി ആക്കിയിട്ട് കഴിഞ്ഞാൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. വിട്ടുപോയിട്ടുള്ളവര് അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. വെക്ടർ പി ഈക്വൽ ടു എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ ഇൻറ്റു ജെ ക്യാപ് ആണെന്നിരിക്കട്ടെ. അതുപോലെ വെക്ടർ പി ഡാഷ് ഈക്വൽ ടു എക്സ് ഡാഷ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ ഡാഷ് ഇൻറ്റു ജെ ക്യാപ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഡെൽറ്റ ആർ എന്നുള്ളത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഡാഷ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ ഡാഷ് ഇൻറ്റു ജെ ക്യാപ് മൈനസ് എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ ഇൻറ്റു ജെ ക്യാപ്. ഐ കമ്പോണൻസ് എടുക്കുക, ജെ കമ്പോണൻസ് എടുക്കുക. സോ എക്സ് ഡാഷ് മൈനസ് എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ ഡാഷ് മൈനസ് വൈ ഇൻറ്റു ജെ ക്യാപ്. എക്സ് ഡാഷ് മൈനസ് എക്സ് എന്നുള്ളതാണ് ഗ്രാഫില് ഡെൽറ്റ എക്സ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദി എക്സ് ഡിറക്ഷൻ. വൈ ക്യാപ് മൈനസ് വൈ എന്നുള്ളത് ഗ്രാഫിൽ ഡെൽറ്റ വൈ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദി വൈ ഡിറക്ഷൻ. സോ our displacement vector delta r equal to delta x into I cap plus delta y into j cap ആയിരിക്കും. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റിനെ കറസ്പോണ്ടിങ് ടൈം ഇന്റർവൽ കൊണ്ട് ഹരിക്കുമ്പോഴാണ് ആവറേജ് വെലോസിറ്റി കിട്ടുന്നത്. ആവറേജ് വെലോസിറ്റിയെ വി ബാർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. then v bar equal to delta r by delta t. ഡെൽറ്റ ആർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ വിച്ച് ഈസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു ജെ ക്യാപ്. ദെൻ വെലോസിറ്റി വെക്ടർ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ഇൻറ്റു ജെ ക്യാപ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജെ ക്യാപ്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ ടി എന്താണ്? വി എക്സ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദി എക്സ് ഡിറക്ഷൻ, അതാണ് വി എക്സ്, വെലോസിറ്റിയുടെ എക്സ് കമ്പോണന്റ്. അതുപോലെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി എന്താണ്? വി വൈ ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദി വൈ ഡിറക്ഷൻ. സോ our velocity vector, average velocity vector v bar equal to vx into I cap plus vy into j cap. Average velocity ആയിട്ട് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ വെലോസിറ്റി വെക്ടർ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. ദിസ് ഈസ് ദി വെലോസിറ്റി ഇൻ component form in the xy plane.
ആക്സിലറേഷൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് XY പ്ലെയിനിൽ ആക്സിലറേഷൻ എങ്ങനെ പറയാമെന്ന് മനസ്സിലാക്കാം. We know the acceleration of an object is the time rate of change of velocity. In the XY plane, the average acceleration A bar equal to delta V by delta t. That's equal to delta of Vx into I cap plus Vy into j cap divided by delta t. Or acceleration A bar equal to delta Vx by delta t into I cap plus delta Vy by delta t into j cap. What is delta Vx by delta t? Rate of change of velocity in the x direction. അതാണ് Ax. അതുപോലെ ഡെൽറ്റ Vy by delta t എന്നാൽ Ay ആണ്. Y ഡിറക്ഷനിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷന്റെ Y കമ്പോണന്റ് അതാണ് ഡെൽറ്റ Vy by delta t. Therefore, A bar equal to Ax into I cap plus Ay into j cap. ഇതാണ് ആക്സിലറേഷൻ XY പ്ലെയിനിൽ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ന്യൂമറിക്കൽ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ന്യൂമറിക്കൽ എക്സാമ്പിൾസ് വെച്ച് വെക്ടേഴ്സിനെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം. രണ്ട് വെക്ടേഴ്സ്, വെക്ടർ A ഈക്വൽ ടു 3i പ്ലസ് 4j, വെക്ടർ B ഈക്വൽ ടു 2i പ്ലസ് 2j. XY പ്ലെയിനിലുള്ള വെക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ രണ്ട് വെക്ടേഴ്സും ആഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? The resultant vector, vector R equal to vector A plus vector B. 3i plus 4j plus 2i plus 2j. I components add ചെയ്യുക. 3 plus 2 5 I എഴുതുക, plus 4 plus 2 6 j എഴുതുക. So vector A plus vector B equal to 5i plus 6j. ക്ലിയർ? ഇനി രണ്ട് തരം പ്രോഡക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു, സ്കെയിലർ പ്രോഡക്റ്റും വെക്റ്റർ പ്രോഡക്റ്റും. രണ്ട് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ടായിട്ട് കിട്ടുന്നത് ഒരു സ്കെയിലർ, അതായത് ഒരു നമ്പർ ആണെങ്കിൽ ആ പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് സ്കെയിലർ പ്രോഡക്റ്റ് അഥവാ ഡോട്ട് പ്രോഡക്റ്റ്. A ഡോട്ട് ബി എന്താണെന്ന് നോക്കാം. വെക്റ്റർ A ഡോട്ട് വെക്റ്റർ ബി ഈക്വൽ ടു 3i പ്ലസ് 4j ഡോട്ട് 2i പ്ലസ് 2j. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ii jj kk കമ്പോണൻസ് എടുത്തിട്ട് റിസൾട്ട് എഴുതിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ 3i ഇൻറ്റു 2i, 3i ഇൻറ്റു 2i എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 2 6. I ഡോട്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. ജെ ഡോട്ട് ജെ എടുത്താലും 1 ആണ്. കെ ഡോട്ട് കെ എടുത്താലും 1 ആണ്. ഐ ഡോട്ട് ഐ എങ്ങനെ 1 ആവുന്നത്? നമ്മൾ എ ഡോട്ട് ബിയെ ഡിഫൈൻ ചെയ്യുന്നത് എ ബി കോസ് തീറ്റ എന്നാണ്. അപ്പോൾ ഐ ഡോട്ട് ഐ ആകുമ്പോൾ ഐയുടെ മാഗ്നിറ്റ്യൂഡ് 1, ഐ ഡോട്ട് ഐ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കോസ് 0 ആണ് വരുന്നത്. കോസ് 0യുടെ വാല്യൂ 1 ആണ്. അതുകൊണ്ടാണ് ഐ ഡോട്ട് ഐ 1, ജെ ഡോട്ട് ജെ 1, കെ ഡോട്ട് കെ 1 എന്ന് വരുന്നത്. അങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ii jj kk കമ്പോണൻസ് എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് മാത്രം എഴുതിയാൽ മതിയാകും. സോ ഇത് ഐ കമ്പോണൻ്റ് എടുക്കുമ്പോൾ പിന്നെ വരുന്നത് ഏതാ? ഈ 3i ഇൻറ്റു 2j എടുക്കണം. 3i ഇൻറ്റു 2j എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് 0 ആയിരിക്കും. കാരണം 3 ഇൻറ്റു 2 പിന്നെ ഐ ഡോട്ട് ജെ ആണ് വരുന്നത്. ഐ ഡോട്ട് ജെ ആയാലും ഐ ഡോട്ട് കെ ആയാലും ജെ ഡോട്ട് ഐ ആയാലും ജെ ഡോട്ട് കെ ആയാലും എല്ലാത്തിൻ്റെയും റിസൾട്ട് 0 ആയിരിക്കും. കാരണം ഐ ജെ കെ ഇവ മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആവുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. കോസ് 90 0 ആണ്. സോ ഐ ഡോട്ട് ജെ 0, ഐ ഡോട്ട് കെ 0, അതുപോലെ തന്നെ
ജെ ഡോട്ട് ഐ 0, കെ ഡോട്ട് ഐ 0, കെ ഡോട്ട് ജെ 0, ജെ ഡോട്ട് കെ 0 അതെല്ലാം വരും. അങ്ങനെയാണ് ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ഐ ജെ ജെ കമ്പോണൻസ് മാത്രം എടുക്കുമ്പോൾ ഐ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനോടുകൂടി ജെ ജെ കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, കൂട്ടിയെടുക്കുക. സോ ദ റിസൾട്ട് ഈസ് 14. ഇവിടെ കെ കമ്പോണൻസ് ഇല്ല, എക്സ് വൈ പ്ലെയിനിലാണ്. എക്സ് വൈ ഇസഡിലായിരുന്നെങ്കിൽ കെ കമ്പോണൻ്റ് കൂടെ ഉണ്ടായേനെ. ഇതിപ്പോൾ എക്സ് വൈ പ്ലെയിനിലുള്ള രണ്ട് വെക്റ്റേഴ്സാണ്. അതാണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് റിസൾട്ട് കിട്ടുക ഒരു സ്കെയിലർ ആയിരിക്കും, ഒരു മിയർ നമ്പർ ആയിരിക്കും കിട്ടുക. ഇനി രണ്ട് വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഒരു വെക്റ്റർ ആണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ക്രോസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെക്റ്റർ പ്രോഡക്റ്റ് എന്ന് പറയുക. വെക്റ്റർ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഡിറ്റർമിനന്റ് മെത്തേഡാണ്. ഡിറ്റർമിനന്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി, അതിന് ഇങ്ങനെ ഡിറ്റർമിനന്റ് മെത്തേഡിൽ എഴുതും. രണ്ട് വരയിട്ടിട്ട് അവിടെ ഐ ജെ കെ എഴുതുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് എഴുതണം. ഇവിടെ ഐയുടെ കോഎഫിഷ്യൻ്റ് 3 ആണ്, ഇവിടെ ജെയുടെ കോഎഫിഷ്യൻ്റ് 4 ആണ്, കെ ഇല്ല, കെയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ ഇവിടെയാണെങ്കിൽ വെക്റ്റർ ബിക്ക് 2i 2j പ്ലസ് 0k ആയിരിക്കും. അങ്ങനെ എഴുതുക. ഇനി പ്രോഡക്റ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്? പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഐ ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കണം. ഇവിടെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 × 0 0 വരും, 2 × 0 0 വരും. അപ്പോൾ ഐ കമ്പോണൻ്റ് ഉണ്ടാവുകയില്ല. ഇനി അടുത്തത് മൈനസ് ആണ് എടുക്കേണ്ടത്. ജെ എടുത്തിട്ട് അത് ഉൾക്കൊള്ളുന്ന റോയും കോളവും ഒഴിവാക്കണം. അപ്പോൾ ഇവിടെയും 3 × 0 0 വരും, 2 × 0 0 വരും. ഓക്കെ, ഇതിൽ കെ. ഇനി കെ എടുക്കുമ്പോൾ കെ കമ്പോണൻ്റ് മാത്രമേ വരികയുള്ളൂ. എക്സ് വൈ പ്ലെയിനിലുള്ള രണ്ട് വെക്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇസഡ് ഡിറക്ഷനിലേക്ക് പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു വെക്റ്റർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ കെ കമ്പോണൻ്റ് മാത്രമേ വരികയുള്ളൂ. കെ കമ്പോണൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റോയും കോളവും ഒഴിവാക്കി 3 × 2 അതാണ് 6, പിന്നെ ഇടയ്ക്ക് മൈനസ് വരും, 4 × 2 8. സോ -2k എന്നായിരിക്കും ഇവിടെ നമുക്ക് വെക്റ്റർ പ്രോഡക്റ്റ് കിട്ടുക. റിസൾട്ട് ഒരു വെക്റ്റർ തന്നെയാണ് കിട്ടിയത്. ഇത് എക്സ് വൈ പ്ലെയിനിലുള്ള രണ്ട് വെക്റ്റേഴ്സാണ്. എക്സ് വൈ പ്ലെയിനിലുള്ള രണ്ട് വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എക്സ് പ്ലെയിൻ ആണെന്നും ഇത് വൈ പ്ലെയിൻ ആണെന്നും വിചാരിച്ചു കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിലുള്ള രണ്ട് വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ നെഗറ്റീവ് 2k എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ ഡിറക്ഷൻ താഴേക്കാണ് വന്നിരിക്കുന്നത്. നെഗറ്റീവ് ഇസഡ് പ്ലെയിനിലാണ്, ഇസഡ് ഡിറക്ഷനിലാണ് ഈ വെക്റ്റർ വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ അഡീഷൻ പറഞ്ഞു, സ്കെയിലർ പ്രോഡക്റ്റ് പറഞ്ഞു, വെക്റ്റർ പ്രോഡക്റ്റ് പറഞ്ഞു, സബ്ട്രാക്ഷനും കൂടി പറഞ്ഞേക്കാം. സബ്ട്രാക്ഷൻ രണ്ട് വെക്റ്റേഴ്സ് സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ജെ കമ്പോണൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3 - 2 എന്ന് പറയുന്നത് ഐ ആയിരിക്കും. പിന്നെ ഇടയിൽ പ്ലസ് ആണ് റിസൾട്ട് വന്നിരിക്കുന്നത്. സോ ഇത് 4 × 4 - 2 എന്ന് പറഞ്ഞാൽ 2. സോ ഐ പ്ലസ് 2j ആയിരിക്കും ഈ രണ്ട് വെക്റ്റേഴ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. ക്ലിയർ? റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2-dimensional മോഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, വസ്തുവിന്റെ പൊസിഷൻ ഒബ്സർവറിനെ അപേക്ഷിച്ച് എത്രത്തോളം മാറുന്നു എന്നതിന്റെ നിരക്കാണ് ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ചലിക്കുന്ന ആ വസ്തുവിന്റെ റിലേറ്റീവ് വെലോസിറ്റി. The relative velocity of a moving body with respect to an observer is the change in position of the object with respect to the observer. നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി എങ്ങനെ കാണാമെന്ന് നോക്കാം. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് A with respect to B is given by VAB equal to VA minus VB. Relative velocity of B with respect to A is given by
VBA equal to VB minus VA. ഇതൊക്കെ എക്സാമ്പിൾസ് എടുത്ത് പരിശോധിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവുന്നതാണ്. If the objects are moving in the opposite directions, then the relative velocity of A with respect to B is given by VAB equal to VA minus VB, which is VA plus VB. For objects moving in opposite directions, the velocities add up to get the relative velocity for the observer. അതാണ് കാര്യം. വിപരീത ദിശകളിലാണ് വസ്തുക്കൾ സഞ്ചരിക്കുന്നതെങ്കിൽ നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം റിലേറ്റീവ് വെലോസിറ്റി കൂടുന്നതായിട്ടായിരിക്കും അനുഭവപ്പെടുക. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാം. ആദ്യത്തെ കേസ് നോക്കാം. രണ്ട് ട്രെയിനുകളും 60 km/h വേഗതയിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയാണ്. എ എന്ന ട്രെയിനിലിരുന്ന് ബിയെ നോക്കുന്നയാൾക്കും ബി എന്ന ട്രെയിനിലിരുന്ന് എയെ നോക്കുന്നയാൾക്കും മറ്റേ ട്രെയിൻ ചലിക്കുന്നതായി തോന്നുകയേയില്ല. കാരണം VAB equal to VA minus VB equal to 60 minus 60 equal to 0. അതുപോലെ തന്നെ VBAയും 0 ആയിരിക്കും. ക്ലിയർ? രണ്ടാമത്തെ കേസ് നോക്കിക്കോളൂ. എ എന്ന ട്രെയിനിന്റെ വെലോസിറ്റി 60 km/h ആണ്. ബി എന്ന ട്രെയിനിന്റെ വെലോസിറ്റി 80 km/h ആണ്. 60 km/h 80 km/h വേഗതയുള്ള രണ്ട് ട്രെയിനുകൾ ഒരേ ഡിറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. എയിലിരുന്ന് ബിയെ നോക്കുന്നയാൾക്ക് ബി ട്രെയിൻ 20 km/h വെലോസിറ്റിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടായിരിക്കും തോന്നുക. അതായത് VBA equal to VB minus VA equal to 80 minus 60 equal to 20 km/h. ഓക്കെ, ഇനി ബിയിലിരുന്ന് എയെ നോക്കുന്ന ആൾക്ക് തോന്നുന്നത് എ എന്ന ട്രെയിൻ 20 km/h വെലോസിറ്റിയിൽ ബാക്ക്വേർഡ് ഡിറക്ഷനിൽ സഞ്ചരിക്കുന്നതായിട്ടായിരിക്കും. ഇവിടെ VAB എന്നുള്ളത് VA minus VB equal to 60 minus 80 equal to minus 20 km/h. ഈ കാര്യങ്ങളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴുണ്ടായ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു കേസ് കൂടി നോക്കാം. രണ്ട് ട്രെയിനുകളും ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ 60 km/h വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണ്. വെലോസിറ്റി സെയിം ആണ്, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് രണ്ട് ട്രെയിനുകളും സഞ്ചരിക്കുന്നത്. അപ്പോൾ എയിലിരുന്ന് ബിയെ നോക്കുന്നയാൾക്കും ബിയിലിരുന്ന് എയെ നോക്കുന്നയാൾക്കും വെലോസിറ്റി ഇരട്ടിച്ചതായി തോന്നും. കാരണം VAB equal to VA minus VB equal to VA plus VB equal to 60 plus 60 equal to 120 km/h. അതുപോലെ തന്നെ VBA equal to VB minus VA equal to VB minus of VA equal to VB plus VA equal to 60 plus 60 equal to 120 km/h. ക്ലിയർ ആണല്ലോ അല്ലേ? റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷൻ ട്രെയിനുകളുടെ ഉദാഹരണത്തിലൂടെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന 4ാം അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പ്രൊജക്റ്റൈൽ മോഷൻ. വളരെ എളുപ്പമുള്ള 3 ഡെറിവേഷനുകൾ ഇന്ന് നമുക്ക് പഠിക്കാം. പ്രൊജക്റ്റ് ചെയ്തുവിട്ട വസ്തുവിനെയാണ് പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. An object that is in flight after being thrown or projected is called a projectile. പ്രൊജക്റ്റൈൽ എന്നത് ഒരു ഫുട്ബോൾ ആവാം, ക്രിക്കറ്റ് ബോളോ ബേസ്ബോളോ മറ്റെന്തെങ്കിലും ആവാം. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിൻ വിശദീകരിക്കുന്നതിന് 2 കമ്പോണൻസ് വേണമെന്ന് നമുക്കറിയാം. പ്രൊജക്റ്റൈൽ മോഷനിലും 2 കമ്പോണൻസ് ആയിട്ടാണ് മോഷൻ വിശദീകരിക്കുന്നത്. Projectile motion is a case of motion in a plane. Projectile motion is a result of 2 separate simultaneously occurring components of motion. ഏതെല്ലാമാണ് ആ കമ്പോണൻസ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ കമ്പോണന്റ് നോക്കുക. അതിന് ആക്സിലറേഷൻ ഇല്ലെന്ന് കാണാവുന്നതാണ്.
വെർട്ടിക്കൽ മോഷൻ എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ത്വരണം, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമായിട്ടുള്ളതാണ്. ഒരു പ്രൊജക്ടൈലിന്റെ മോഷനെ സ്വാധീനിക്കുന്ന ഘടകം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമാണ് പ്രൊജക്ട് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ. ഓക്കെ, പ്രൊജക്ടൈൽ മോഷനിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെയും വെർട്ടിക്കൽ കമ്പോണന്റിന്റെയും ഇൻഡിപെൻഡൻസിയെ കുറിച്ച് വിശദീകരിച്ചത് മഹാനായ ശാസ്ത്രജ്ഞൻ ഗലീലിയോ. അദ്ദേഹത്തിന്റെ ഡയലോഗ് ഓൺ ദി ഗ്രേറ്റ് വേൾഡ് സിസ്റ്റത്തിൽ 1632 പ്രൊജക്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ വസ്തുവിന്റെ ചലനത്തെ സ്വാധീനിക്കുന്നത് ഗുരുത്വാകർഷണ ത്വരണം മാത്രമാണ്. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എയർ ആൻഡ് ഈസ് allowed to move under the influence of gravity is a projectile. Okay. Here in the figure, u is the velocity of projection and theta is the angle of projection. പ്രൊജക്റ്റൈൽ പോകുന്ന പാത്ത് കണ്ടോ? ആ ഷേപ്പിന് പറയുന്ന പേര് പരാബിള എന്നാണ്. ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എ പരാബിള. ആദ്യത്തെ ഡെറിവേഷനിലേക്ക് കടക്കുന്നു. സിമ്പിൾ ആണ്. നമുക്കൊരു പ്രൊജക്ടൈലിനെ പരിഗണിക്കാം. u ഈസ് ദി വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ആൻഡ് തീറ്റ ഈസ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. വെലോസിറ്റി ഒരു വെക്ടർ ആയതുകൊണ്ട് പ്ലെയിനിൽ അതിനെ ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റുമായിട്ട് റിസോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. u cos theta ഈസ് ദി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആൻഡ് u sin theta ഈസ് ദി വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. വെർട്ടിക്കൽ ഡിറക്ഷനിൽ പ്രൊജക്ടൈലിന് കിട്ടുന്ന മാക്സിമം ഹൈറ്റിനെയാണ് വെർട്ടിക്കൽ ഹൈറ്റ് h കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വെർട്ടിക്കൽ കമ്പോണന്റിന്റെ വെലോസിറ്റി u sin theta മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നതിന് v² = u² + 2as എന്ന വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ പരിഗണിക്കാം. പ്രൊജക്ടൈൽ താഴെ പതിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ വെലോസിറ്റി v = 0 ആണ്, അല്ലെ? റെസ്റ്റിലാവുകയാണ്. അപ്പോ ഫൈനൽ വെലോസിറ്റി v = 0. പ്രൊജക്ടൈൽ മോഷനില് വെർട്ടിക്കൽ മോഷന് വേണ്ടിയിട്ട് മുകളിലേക്ക് ആണ് പരിഗണിക്കുന്നത്. അങ്ങനെ ആയതുകൊണ്ട് ആക്സിലറേഷന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നമുക്കറിയാം ഗുരുത്വാകർഷണ ത്വരണം g എല്ലായ്പ്പോഴും ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. അപ്പോ താഴത്തേക്കുള്ള ഡിറക്ഷൻ ആണ് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. മുകളിലേക്ക് ഉള്ള മോഷൻ ആവുമ്പോൾ ആക്സിലറേഷൻ a = -g. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് s = h ആണ്. ഇനി വാല്യൂസ് എല്ലാം കൊടുക്കാം. v² = u² + 2as ൽ കൊടുക്കുമ്പോ 0 = u sin theta the whole square plus 2 × -g × h എന്ന് കിട്ടും. 2gh = u² sin² theta or h = u² sin² theta divided by 2g. ഇതാണ് ഇതിന്റെ എക്സ്പ്രഷൻ, നമ്മുടെ വെർട്ടിക്കൽ ഹൈറ്റിനുള്ള എക്സ്പ്രഷൻ. ഓക്കെ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നതിന് പ്രൊജക്ടൈൽ എത്ര സമയം വായുവിലുണ്ട് എന്ന് പറയുന്നതാണ് അതിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്. ദ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു കവർ ദി ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് കോൾഡ് ദി ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇവിടെയും നമ്മൾ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് u sin theta ആണ് പരിഗണിക്കുന്നത്. Let us consider the position time relation. S is equal to ut plus half a t square. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാത്രമാണ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത്. ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ഡിറക്ഷൻ ആണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് s is equal to 0 ആയിരിക്കും. വെർട്ടിക്കൽ കേസിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ a = -g ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ആക്സിലറേഷന്റെ വാല്യൂ നെഗറ്റീവ് g ആണ്. u sin theta ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ T, അതാണ് നമ്മുടെ സ്മോൾ ടിക്ക് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ എന്താ കിട്ടുക? ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ കിട്ടുന്നത് 0 = u sin theta × capital T
മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നായിരിക്കും. ഹാഫ് ജി ടി സ്ക്വയർ ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി. ടി ടി രണ്ടു വശത്തും ക്യാൻസൽ ആയി പോകും. പിന്നെ ഉള്ളത് ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി എന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ ഡെറിവേഷൻ നോക്കാം. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച കാര്യം ഓർക്കണം. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി യു കോസ് തീറ്റ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. എയർ റെസിസ്റ്റൻസ് പരിഗണിക്കുന്നില്ല. അങ്ങനെ ആവുമ്പോൾ യു കോസ് തീറ്റ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനില് പ്രൊജക്ടൈലിന് എത്ര ദൂരത്തിൽ ചെന്ന് വീഴാനാവുന്നു എന്നതാണ് ഹൊറിസോണ്ടൽ റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അൺആക്സിലറേറ്റഡ് മോഷൻ ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. അങ്ങനെ ആവുമ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു വി ടി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എസ് എന്നുള്ളത് റേഞ്ച് ക്യാപിറ്റൽ ആർ ആണ്. പ്രൊജക്ടൈലിന്റെ റേഞ്ച് ക്യാപിറ്റൽ ആർ ആണ് ഇവിടുത്തെ എസ്. വി എടുക്കേണ്ടത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, അതായത് യു കോസ് തീറ്റ ആണ്. ടി എന്നുള്ളത് ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി ആണ്. അതിന്റെ വാല്യൂ നേരത്തെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു വി ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആർ റേഞ്ച് ആർ ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി എന്നായിരിക്കും. ഓർ റേഞ്ച് ക്യാപിറ്റൽ ആർ ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ 2u സൈൻ തീറ്റ ബൈ ജി ആണല്ലോ. സോ ആർ ഈക്വൽ ടു യു ഇൻറ്റു യു സ്ക്വയർ. യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി. പക്ഷേ നമുക്കറിയാം 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളത് സൈൻ 2 തീറ്റ ആണ്. അതുകൊണ്ട് ക്യാപിറ്റൽ ആർ റേഞ്ച് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. എപ്പോഴാണ് റേഞ്ച് മാക്സിമം ആകുന്നത്? സൈൻ 2 തീറ്റയ്ക്ക് മാക്സിമം വാല്യൂ വരുമ്പോൾ. സൈൻ 2 തീറ്റയ്ക്ക് വരാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സൈൻ 90 ആണ് 1. സോ 2 തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. അങ്ങനെ ആകുമ്പോൾ ആർ മാക്സിമം വാല്യൂ കിട്ടുക യു സ്ക്വയർ ബൈ ജി എന്നുള്ളതായിരിക്കും. യു നമ്മുടെ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ആണ്. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഏറ്റവും ദൂരത്തിൽ ചെന്ന് വീഴുന്നതിന് നമ്മുടെ പ്രൊജക്ടൈൽ 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യണം എന്നർത്ഥം. ഇവിടെ ഇല്ലസ്ട്രേഷനിൽ ഇക്കാര്യം വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ.
ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിച്ച ഡെറിവേഷൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പ്ലെയിനിലുള്ള മോഷന്റെ സവിശേഷമായൊരു ഉദാഹരണമാണ് യൂണിഫോം സർക്കുലർ മോഷൻ. ഒരു സർക്കുലർ പാത്തിലൂടെ കോൺസ്റ്റന്റ് സ്പീഡിൽ ചലിക്കുന്ന വസ്തു യൂണിഫോം സർക്കുലർ മോഷനിലാണെന്ന് പറയുന്നു. യൂണിഫോം എന്നുദ്ദേശിക്കുന്നത് സ്പീഡിനെയാണ്. അതായത് സ്പീഡ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദി മോഷൻ. ഇവിടെ കാണിച്ചിരിക്കുന്ന ആദ്യത്തെ ഉദാഹരണം നോക്കിക്കോളൂ. ഒരു കുട്ടി ചരടിൽ കല്ല് കെട്ടി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ചുഴറ്റുകയാണ്. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. കല്ല് കറങ്ങുന്നത് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലാണെന്ന് മനസ്സിലാക്കാലോ. ചരടിന്റെ നീളം സ്മോൾ ആർ ആണെന്നിരിക്കട്ടെ. അതാണ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. 3 പോയിന്റുകളിൽ ടാൻജന്റ് വരച്ചിരിക്കുന്നത് കണ്ടോ? വീഡിയോ ക്വാളിറ്റി 720 പിക്സൽ ആക്കി ഫുൾ സ്ക്രീൻ ആയി കാണണേ, അപ്പൊ ശരിക്കും കാണാൻ പറ്റും. നമ്മുടെ ടാൻജന്റിന്റെ ഡിറക്ഷൻ സൂചിപ്പിക്കുന്നത് വെലോസിറ്റിയുടെ ഡിറക്ഷനെയാണ്. വെലോസിറ്റിയുടെ ഡിറക്ഷൻ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കല്ലിന് ആക്സിലറേഷൻ ഉണ്ടെന്ന് പറയുന്നു. ഈ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനുമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ആക്സിലറേഷന്റെ മൂല്യം A = v²/r ആണ്. അതെല്ലായ്പ്പോഴും സർക്കിളിന്റെ സെന്ററിലേക്കായിരിക്കും ഡിറക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പ്രസ്തുത ആക്സിലറേഷനെ പറയുന്ന പേര് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നാണ്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന വാക്ക് പ്രൊപ്പോസ് ചെയ്തത് ഐസക് ന്യൂട്ടൺ ആണ്. സെന്റർ സീക്കിംഗ് എന്നർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സെൻട്രിപെറ്റൽ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ വെലോസിറ്റി വിയും റേഡിയസ് ആറും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ A = v²/r, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഡിറക്ഷൻ മാത്രം ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും, ഓരോ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നത് ഒരു കോൺസ്റ്റന്റ് വെക്ടർ അല്ല. അക്കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് വെക്ടർ അല്ല. വെക്ടർ ആണ്, പക്ഷെ കോൺസ്റ്റന്റ് വെക്ടർ അല്ല. ഇനി രണ്ടാമത്തെ കേസ് നോക്കൂ. ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് ബൈക്ക് ഓടിക്കുന്നത്. ടാൻജന്റിന്റെ ഡിറക്ഷൻ, അതായത് വെലോസിറ്റിയുടെ ഡിറക്ഷൻ കാണിച്ചിരിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ക്ലോക്ക് വൈസ് ആയിട്ടുള്ള കേസും കാണിച്ചിട്ടുണ്ട്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള കേസും കാണിച്ചിട്ടുണ്ട്. ഡിറക്ഷൻ പ്രത്യേകിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് ഉദാഹരണങ്ങളും സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. ഉത്സവം അല്ലെങ്കിൽ പെരുന്നാൾ പറമ്പുകളിലും പാർക്കുകളിലും ഒക്കെ കണ്ടു പരിചയമുള്ള ജയന്റ് വീൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് ഇവിടെ അത് ചലിക്കുന്നത്. ബാസ്കറ്റ് നീങ്ങുന്ന ഡിറക്ഷൻ നോക്കുക. അതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡിറക്ഷൻ എന്നുള്ളത്. ബാസ്കറ്റിന്റെ 2 പൊസിഷനുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവയാണ് പിയും ക്യൂവും. പിയിൽ നിന്ന് ക്യൂവിൽ എത്താനെടുത്ത സമയം വളരെ ചെറുതാണ്. വളരെ ചെറിയ സമയത്തെ ഡെൽറ്റ ടി എന്ന് സൂചിപ്പിക്കാം. ഡെൽറ്റ ടി സമയത്ത് വളരെ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് പിയിൽ നിന്ന് ക്യൂവിലേക്ക് ഉണ്ടായി എന്ന് വിചാരിക്കുക. അതാണ് ഡെൽറ്റ തീറ്റ. ചിത്രത്തില് വലുതായിട്ട് കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ പി ക്യൂ എന്ന ആർക്ക് വളരെ ചെറുതാണ്. ചിത്രത്തിൽ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി വലുതായി വരച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിയും ക്യൂവും അടുത്തടുത്തുള്ള 2 പോയിന്റുകളായതിനാൽ ആർക്ക് പി ക്യൂവിനെ ചിത്രത്തിലുള്ള നേർരേഖാ ദൂരം
ഡെൽറ്റ ആർ തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പിയും ക്യൂവും അടുത്തടുത്തുള്ള പോയിന്റുകളാവുമ്പോഴത്തേക്കും ഈ ആർക്ക് പി ക്യൂ അത്രയ്ക്കൊന്നുമില്ല. അത് പി ക്യൂ എന്നുള്ളത് നേർരേഖാ ദൂരം ഡെൽറ്റ ആർ തന്നെയായിട്ട് വരുന്നതായിരിക്കും. വ്യക്തമാണല്ലോ അല്ലേ? അതായത് ഡെൽറ്റ ടി വളരെ ചെറുതാണെങ്കിൽ, ഡെൽറ്റ തീറ്റ വളരെ ചെറുതാണെങ്കിൽ ഉള്ള കേസാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വളരെ ചെറുതായിരിക്കുമ്പോൾ ആർക്ക് പി ക്യൂ എന്നുള്ളത് ഡെൽറ്റ ആറിന് ഇക്വലന്റ് ആയിട്ടായിരിക്കും ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആംഗുലർ വെലോസിറ്റി എന്നാൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റയ്ക്ക് സമയത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റമാണ്. വി സേ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആംഗുലർ വെലോസിറ്റി ഒമേഗ. W പോലെ കാണിച്ചിരിക്കുന്ന ഗ്രീക്ക് ആൽഫബറ്റ് അതാണ് ഒമേഗ. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒമേഗയാണ്. നമ്മുടെ ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ആണ്. ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ്, റാഡ് പെർ സെക്കൻഡ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മുടെ ജയന്റ് വീലിലേക്ക് തിരിച്ചു വരാം. പി എന്ന പോയിന്റിലുള്ള ബാസ്കറ്റിന്റെ പൊസിഷൻ വെക്റ്റർ വെക്റ്റർ ആർ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ക്യൂ എന്ന പോയിന്റിലെ ബാസ്കറ്റിന്റെ പൊസിഷൻ വെക്റ്റർ ആർ ഡാഷ് എന്ന് കാണിച്ചിരിക്കുന്നു. ഇവ രണ്ടും പൊസിഷൻ വെക്ടറുകളാണ്. പി എന്ന പൊസിഷനെയും ക്യൂ എന്ന പൊസിഷനെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെക്ടർ ആർ എന്നും വെക്ടർ ആർ ഡാഷ് എന്നും കാണിച്ചിരിക്കുന്നത്. അവയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി സർക്കിൾ, അതായത് സ്മോളർ ആണ്. പൊസിഷൻ വെക്ടർ ആണ് ആർ ഡാഷ് എന്നും ആർ എന്നും വെക്ടർ ആർ എന്നും വെക്ടർ ആർ ഡാഷ് എന്നും കാണിച്ചിരിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് രണ്ടും ഒന്ന് തന്നെയാണ്, അതായത് റേഡിയസ് ഓഫ് ദി സർക്കിൾ സ്മോളർ ആണ്. ഓക്കെ, ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നൊരു റിലേഷൻ ഉണ്ട്. ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. പി ആൻഡ് ക്യൂ അടുത്തടുത്തുള്ള രണ്ട് പോയിന്റ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആർക്ക് പി ക്യൂ എന്നുള്ളത് നേർരേഖാ ദൂരമായിട്ടുള്ള ഡെൽറ്റ ആർ ആയിരിക്കും. ചിത്രത്തിൽ ഡെൽറ്റ ടി സമയത്തുണ്ടായ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ തീറ്റ എന്ന് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മാറും? ഡെൽറ്റ തീറ്റ ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ എന്നാകും. ഓക്കെ, ഈ ഇക്വേഷനെ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഇൻറ്റു 1/r എന്ന് എടുക്കാം. പക്ഷെ നമുക്കറിയാം ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ആ വാല്യൂ LHS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അതാണ് വരുന്നത്. ആ വാല്യൂ എന്താണ്? വെലോസിറ്റി v ആണ്. അങ്ങനെ വരുമ്പോ നമ്മുടെ റിലേഷൻഷിപ്പ് കിട്ടുന്നത് ഒമേഗ ഈക്വൽ ടു വി ബൈ ആർ എന്നായിരിക്കും. ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടിക്ക് പകരം ഒമേഗ കൊടുക്കാം, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടിക്ക് പകരം വി കൊടുക്കാം, പിന്നെ 1/r ഉണ്ട്. സോ ഒമേഗ ഈക്വൽ ടു വി ബൈ ആർ ഓർ വി ഈക്വൽ ടു ആർ ഒമേഗ. ക്ലിയർ ആണല്ലോ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. 3 പാർട്ടുകളുണ്ട് അതിന്. എ പാർട്ട് വായിക്കുന്നു. എ ബോഡി മൂവിംഗ് along a circle has uniform speed but the velocity is varying. This is because of the centripetal acceleration of the body. From the relationship between linear and angular velocities,
ഫൈൻഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ ആൻഡ് ആംഗുലർ ആക്സിലറേഷൻസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലീനിയർ ആൻഡ് ആംഗുലർ വെലോസിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിന്നും ലീനിയർ ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്തെടുക്കാനാണ് പറയുന്നത്. വളരെ എളുപ്പമാണത്. ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം v ഈക്വൽ ടു ആർ ഒമേഗയാണ്. v എന്നാൽ ലീനിയർ വെലോസിറ്റി ആണ്, ഒമേഗ എന്നാൽ ആംഗുലർ വെലോസിറ്റി ആണ്. ഓക്കെ, ആ ഇക്വേഷനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അതിനെ ടൈം അനുസരിച്ചിട്ടുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. അപ്പോ കാൽക്കുലസിന്റെ ഭാഷ അപ്ലൈ ചെയ്യാം. dv/dt ഈക്വൽ ടു r ഇൻറ്റു d ഒമേഗ ബൈ dt. റേഡിയസിന്റെ സമയത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവില്ലല്ലോ, അത് കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. ഇപ്പോ ലീനിയർ വെലോസിറ്റി സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം, അതുപോലെ ആംഗുലർ വെലോസിറ്റിയും സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം. അതുകൊണ്ട് dv/dt ഈക്വൽ ടു r ഇൻറ്റു d ഒമേഗ ബൈ dt എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, d ഒമേഗ ബൈ dt പറയുന്ന പേരാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി. അതാണ് ആംഗുലർ ആക്സിലറേഷൻ ആൽഫ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്, ആൽഫ എന്ന ഗ്രീക്ക് ആൽഫബറ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. dv/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ വെലോസിറ്റി, അതിനെയാണ് എന്ത് പറയുക, ലീനിയർ ആക്സിലറേഷൻ എ എന്ന് പറയുന്നത്. സോ v ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ള റിലേഷൻഷിപ്പിന്റെ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിലേഷൻഷിപ്പ് എന്നുള്ളത് എ ഈക്വൽ ടു ആർ ആൽഫ ആയിരിക്കും. എ എന്നുള്ളത് ലീനിയർ ആക്സിലറേഷൻ ആണ്, ആൽഫ എന്നുള്ളത് ആംഗുലർ ആക്സിലറേഷൻ ആണ്. ഓക്കെ, ഈ പ്രോബ്ലത്തിന്റെ ബി പാർട്ടും സി പാർട്ടും കൂടി നോക്കാം. ബി പാർട്ട്, ഫൈൻഡ് ദി ആംഗുലർ വെലോസിറ്റീസ് ഓഫ് ദി മിനിറ്റ് ആൻഡ് സെക്കൻഡ് ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക്. മിനിറ്റ് ഹാൻഡിന്റെയും സെക്കൻഡ് ഹാൻഡിന്റെയും ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദ്യം. ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു 2π/t എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ടി എന്നുള്ളത് ടൈം പീരീഡ് ആണ്. മിനിറ്റ് ഹാൻഡ് ആവുമ്പോഴേക്കും ടൈം എന്നുള്ളത് 60 മിനിറ്റ് ആണ്, അതിനെ സെക്കൻഡ് ആക്കണം. അങ്ങനെയാകുമ്പോൾ ഒമേഗ ഈക്വൽ ടു 2π/t എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 0.0017 റേഡിയൻ പെർ സെക്കൻഡ് എന്നായിരിക്കും. മിനിറ്റ് ഹാൻഡിന്റെ ആംഗുലർ വെലോസിറ്റിയുടെ വാല്യൂ ആണത്. ഓക്കെ, ഇനി സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ 60 സെക്കൻഡ് അല്ലേ, അതുകൊണ്ട് ഒമേഗ ഈക്വൽ ടു 2π/t കൊടുക്കുമ്പോഴേക്കും കിട്ടുന്ന ഉത്തരം 2π/60 എന്ന് വരുമ്പോൾ 0.105 റേഡിയൻ പെർ സെക്കൻഡ് എന്നായിരിക്കും. ക്ലിയർ? സി പാർട്ട് കൂടി നോക്കാം. എ ബോൾ trapped in a circular path of radius 10 cm moves steadily and completes 10 revolutions in 100 seconds. What is the angular velocity and what is the linear velocity of its motion? Is the acceleration vector a constant vector? എന്നാണ് ചോദ്യം. എന്താണ്, ഒരു ബോൾ സർക്കുലർ പാത്തില് കറക്കുകയാണ്. അപ്പോൾ ആ സർക്കുലർ പാത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ബോൾ ഒരു ചരടില് കെട്ടിക്കറക്കുന്നതായിട്ട് സങ്കല്പിക്കാം. അതല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് 10 സെന്റിമീറ്റർ എന്ന് ഇമാജിൻ ചെയ്താലും മതി. അപ്പൊ ഇതിന് സമയം തന്നിരിക്കുന്നത് 100 സെക്കൻഡ് കൊണ്ട് 10 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആംഗുലർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും കണ്ടുപിടിക്കണം. അതുപോലെ ആക്സിലറേഷൻ വെക്ടർ കോൺസ്റ്റന്റ് ആണെന്നാണ് ചോദ്യം. ആക്സിലറേഷൻ വെക്ടർ കോൺസ്റ്റന്റ് അല്ല എന്നുള്ളത് തുടക്കത്തിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സിലറേഷൻ എല്ലായ്പ്പോഴും സെന്റർ ഓഫ് ദി സർക്കിളിലേക്കായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഡിറക്റ്റഡ് ടുവേഴ്സ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. സിൻസ് ദി ഡിറക്ഷൻ ഓഫ് ദി വെക്ടർ ചേഞ്ചസ് വിത്ത് ടൈം, ദ വെക്ടർ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ് വെക്ടർ. ഓക്കെ, അപ്പം പക്ഷെ അതിന്റെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ആംഗുലർ വെലോസിറ്റി എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം.
ആംഗുലർ വെലോസിറ്റി ഒമേഗ ഈക്വൽ ടു 2π/t എന്നുള്ളതാണ്. ടൈം പീരീഡ് എത്രയായിരിക്കും? ടൈം പീരീഡ് എന്നുള്ളത് എത്രയാ? 100 സെക്കൻഡില് 10 റെവല്യൂഷൻസ് ആണ്. അപ്പം 100/10 എന്നുള്ളതായിരിക്കും ക്യാപിറ്റൽ ടിയുടെ വാല്യൂ. അപ്പോ 2π/tയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 100/10 എന്നുള്ളത് 10 ന്യൂമറേറ്ററിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ 2π × 10/100 എന്നാകും. 0.628 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ലീനിയർ സ്പീഡ് കണ്ടുപിടിക്കാം. ലീനിയർ സ്പീഡ് v ഈക്വൽ ടു r ഒമേഗ എന്നുള്ളതാണ്. ആംഗുലർ വെലോസിറ്റി, ലീനിയർ സ്പീഡ് അല്ലെങ്കിൽ ലീനിയർ വെലോസിറ്റി v ഈക്വൽ ടു r ഒമേഗ. ഒമേഗ ആംഗുലർ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. റേഡിയസ് എത്രയാ? 10 സെന്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.1 മീറ്റർ എന്ന് കിട്ടും. സോ ലീനിയർ വെലോസിറ്റി v ഈക്വൽ ടു r ഒമേഗയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വിയുടെ വാല്യൂ 0.628. 0.628 × 0.1 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. 0.0628 മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും. ഓക്കെ, ഇനി ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അതായത് സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. a ഈക്വൽ ടു ω² എന്നുള്ള റിലേഷൻഷിപ്പ് ഇവിടെ അപ്ലൈ ചെയ്യാം. a ഈക്വൽ ടു ω² എന്നുള്ളതില് ഒമേഗയുടെ വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്. അത് കൊടുത്തു കഴിയുമ്പോഴേക്കും കിട്ടുക ഏകദേശം എത്രയായിരിക്കും? 0.039 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നായിരിക്കും. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയൊക്കെ പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാം. സിമ്പിൾ ആയിരിക്കും. ഒമേഗ ഈക്വൽ 2π/t എന്നുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റിയുടെ ഇക്വേഷൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ a ഈക്വൽ ടു v²/r, v²/r എന്നുള്ളത് ω²r എന്ന് എഴുതാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആക്സിലറേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആംഗുലർ ആക്സിലറേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് v ഈക്വൽ ടു r ഒമേഗ എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് സ്കെയിലർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. സ്കെയിലേഴ്സും വെക്ടേഴ്സും എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. എക്സാമ്പിൾസ് പ്രധാനമായിട്ട് നോക്കി വെച്ചേക്കണം. സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളവയാണ്. ഡിറക്ഷൻ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും സ്പെസിഫൈ ചെയ്യേണ്ടതാണ്. വെക്ടർ ക്വാണ്ടിറ്റീസ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യും. എക്സാമ്പിൾസ് നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ട്രജക്ടറി ഓർ പാത്ത് ഫോളോഡ് ബൈ എ പ്രൊജക്ടൈൽ? പ്രൊജക്ടൈലിന്റെ പാത്തിന് ഒരു പ്രത്യേക പേരാണുള്ളത്, പരാബോള. അത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. തേർഡ് ക്വസ്റ്റ്യനും എപ്പോഴും ചോദിക്കാറുള്ളതാണ്, വാട്ട് ആർ ദി മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് വെലോസിറ്റി അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ടൈൽ? അപ്പൊ ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പറ്റും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ, അതിനൊരിക്കലും മാറ്റമില്ല. വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ ആണ്. ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആയിരിക്കും. പിന്നെ പ്രൊജക്ടൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെർട്ടിക്കൽ ഡിറക്ഷനിൽ -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ആക്സിലറേഷൻ. ഹൊറിസോണ്ടൽ ഡിറക്ഷനിൽ അതിന് ആക്സിലറേഷൻ ഉണ്ടായിരിക്കുകയില്ല. അതും നോട്ട് ചെയ്ത് വെച്ചേക്കണം. പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ y ഈക്വൽ ടു ax പ്ലസ് bx² എന്നതാണ്. അഞ്ചാമത്തെ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷോ ദാറ്റ് ദ പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ ഈസ് എ പരാബോള എന്ന് പ്രൂവ് ചെയ്യാനാണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി പ്രൊജക്ടൈൽ ആഫ്റ്റർ എ ടൈം t എന്ന് പറയുമ്പോൾ x ഈസ് ഈക്വൽ ടു vt വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന ഇക്വേഷനിൽ വെലോസിറ്റി എടുക്കേണ്ടത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ്, വിച്ച് ഈസ് u cos തീറ്റ. സോ x ഈക്വൽ ടു u cos തീറ്റ ഇൻറ്റു t. സോ t ഈക്വൽ ടു x ബൈ u cos തീറ്റ. ഇനി ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കുമ്പോൾ y ഈക്വൽ ടു
ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന ഇക്വേഷനിൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കേണ്ടത്. സോ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി വേണം എടുക്കാൻ. u sin θ ആണത്. മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g നെഗറ്റീവ് ആയിരിക്കും. സോ ദ ഇക്വേഷൻ വിൽ ബി y ഈക്വൽ ടു u sin θ ഇൻറ്റു t മൈനസ് ഹാഫ് gt സ്ക്വയർ. ടിയുടെ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ y ഈക്വൽ ടു u sin θ ഇൻറ്റു x ബൈ u cos θ മൈനസ് ഹാഫ് t ഇൻറ്റു x ബൈ u cos θ ദി ഹോൾ സ്ക്വയർ. u ക്യാൻസൽ ആയി പോകും. sin θ ബൈ cos θ tan θ ആണ്. സോ tan θ ഇൻറ്റു x മൈനസ് g ബൈ 2u സ്ക്വയർ cos സ്ക്വയർ θ ഇൻറ്റു x സ്ക്വയർ. അപ്പൊ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ചാല് ax പ്ലസ് bx സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് tan θ ആയിരിക്കും, ബിയുടെ സ്ഥാനത്ത് മൈനസ് g ബൈ 2u സ്ക്വയർ cos സ്ക്വയർ θ എന്നതാണ്. ഓക്കെ, അപ്പോ ഈ tan θയും കോൺസ്റ്റന്റ് ആണ്, അതുപോലെ രണ്ടാമത് പറഞ്ഞ ടേമും കോൺസ്റ്റന്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ ഈസ് എ പരാബോള എന്നതാണ്. ഓക്കെ, ax പ്ലസ് bx സ്ക്വയർ എന്ന ഫോമില് ഇക്വേഷൻ കിട്ടിയതിൽ നിന്നും ആണ് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ ദി ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ എന്നത്. ഇവിടെ പ്രൊജക്ടൈലിന്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്, പാരബോളിക് ഷേപ്പ് കാണിച്ചിട്ടുണ്ട്, u ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. u എന്നതിനെ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ u cos θ horizontal component, u sin θ vertical component, h maximum height of the projectile and capital R range of the projectile. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് s is equal to ut plus half at സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് കൺസിഡർ ചെയ്യേണ്ടത്, വിച്ച് ഈസ് u sin θ. ഇൻസ്റ്റെഡ് ഓഫ് സ്മോൾ t we can have capital T, which is the time of flight. മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാകുമ്പോൾ ഇക്വേഷനിലുള്ളത് u sin θ ഇൻറ്റു t മൈനസ് ഹാഫ് gt സ്ക്വയർ എന്നാകും. അപ്പം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കുമ്പോഴത്തേക്കും s is equal to 0. Therefore 0 equal to u sin θ into t minus half gt square. So half gt square equal to u sin θ into t. Therefore t equal to cross multiply ചെയ്യുമ്പോൾ 2u sin θ divided by g എന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദി പ്രൊജക്ടൈൽ ആണ് എടുക്കേണ്ടത്. ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദി പ്രൊജക്ടൈൽ എടുക്കാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റിയെ ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി u cos θ ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 2u sin θ by g എന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആറിന്റെ ഇക്വേഷൻ കിട്ടുന്നത് u സ്ക്വയർ ഇൻറ്റു 2 sin θ cos θ ഡിവൈഡ് ബൈ g ആണ്. 2 sin θ cos θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin 2 θ ആണ്. Therefore expression for the range of the projectile will be obtained as r equal to u square sin 2 θ divided by g. Finally, let us derive the expression for the maximum height of a projectile. For that, we have to consider the equation v square minus u square equal to 2as. At the maximum height, the vertical component of velocity v equal to 0 and u equal to u sin θ. Vertical component എടുക്കുമ്പോൾ പിന്നെ എന്താ വേണ്ടത്? s ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് h ആയിരിക്കും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മുകളിലേക്ക് പോകുന്ന കേസിൽ മൈനസ് g ആണ്. So we have the equation minus u square sin square theta equal to minus 2gh, from which we get h equal to u square sin square theta divided by 2g. Okay? Steps എല്ലാം വളരെ കുറവാണ്, പഠിച്ചു വെച്ചാൽ എളുപ്പത്തിൽ എഴുതി വെക്കാൻ പറ്റും. 100% ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവയെല്ലാം. 3 ഡെറിവേഷൻസും പഠിക്കണം. 7th question, what is the angle of projection for maximum horizontal range? അപ്പോൾ maximum horizontal range വരണം എന്നുണ്ടെങ്കിൽ angle of projection എത്രയായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. വെക്ടേഴ്സ് എന്ന പാഠത്തിൽ നിന്നും കൂടുതലും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്
is given by the equation vector A dot vector B equal to AB cos theta. Then cos theta equal to vector A dot vector B divided by AB. AB എന്നാൽ വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും മാഗ്നിറ്റ്യൂഡ്സിന്റെ പ്രോഡക്റ്റ് ആണ്. A is modulus of vector A, that is square root of x square plus y square plus z square. xy plus yj plus zk എന്ന ഫോമിലാണ് നമുക്ക് വെക്ടേഴ്സ് തന്നിരിക്കുന്നത്. സോ മോഡുലസ് ഓഫ് വെക്ടർ A കണ്ടുപിടിക്കണം, മോഡുലസ് ഓഫ് വെക്ടർ B കണ്ടുപിടിക്കണം, പിന്നെന്താ വെക്ടർ A ഡോട്ട് വെക്ടർ B കണ്ടുപിടിക്കണം. വെക്ടർ A ഡോട്ട് വെക്ടർ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണന്റ് ഫോമിൽ വരുന്നതിന്റെ പ്രോഡക്റ്റ് എടുക്കുക എന്നാണ്. ഐ ജെ ജെ കെ കെ കമ്പോണന്റ്സിന്റെ പ്രോഡക്റ്റ് എടുത്ത് സമപ്പ് ചെയ്താൽ മതി. ഓക്കെ, വെക്ടർ A dot vector B equal to 2a plus ga minus 3k dot 3a minus 2j minus k. I components inde coefficients inde product എടുക്കുമ്പോൾ 2 into 3 plus j components inde coefficients inde product എടുക്കുമ്പോൾ j യുടെ coefficient 1 ആണ്, minus 2j യുടെ coefficient of j minus 2 ആണ്. Then k components inde coefficients inde product എടുക്കുമ്പോൾ minus 3k യുടെ എന്നുള്ളതിൽ k യുടെ coefficient minus 3 ആണ്, minus k യുടെ coefficient of k is minus 1 ആണ്. So we have 6 into 6 plus minus 2 plus 3. So vector A dot vector B is 7. Then modulus of vector A. നമ്മൾ പറഞ്ഞു വെക്ടേഴ്സ് കമ്പോണന്റ് ഫോമിലാണ് തന്നിരിക്കുന്നത്, xi plus yj plus zk ഫോമിലാണ് തന്നിരിക്കുന്നത്. So the modulus is root of x square plus y square plus z square. Modulus of vector A is x square plus y square plus z square is coefficients ന്റെ സ്ക്വയർസ് എടുത്ത് സം ചെയ്ത് റൂട്ട് എടുത്താൽ മതി. So it is 2 square plus 1 square plus minus 3 square. Okay, 4 plus 1 plus 9, root of 14. Similarly, B is modulus of vector B, that is also square root of x square plus y square plus z square, that is 3 square plus minus 2 square plus minus 1 square, square root of 14. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി cos തീറ്റയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. cos തീറ്റ ഈക്വൽ ടു വെക്ടർ A ഡോട്ട് വെക്ടർ B ഡിവൈഡഡ് ബൈ AB. 7 divided by root 14 into root 14. 7 by 14 വരും, 1 by 2. കോസിന്റെ ഏത് ആംഗിളിലാണ് 1 by 2 വരുന്നത്? cos 60 ആണ് അല്ലേ, 1 by 2. So theta is cos inverse 1 by 2 equal to 60 degree. എളുപ്പമല്ലേ പ്രോബ്ലം ചെയ്യാൻ? ഇതുപോലെയാണ് പ്രോബ്ലംസ് ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കാറുള്ളത്. ഒന്ന് രണ്ടെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരാം. ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് കാണാനുള്ള നെക്സ്റ്റ് പ്രോബ്ലം സിമ്പിൾ ആണ്. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് വെക്ടർ A equal to I plus j and vector B equal to I minus j. Vector A dot vector B equal to AB cos theta. Dot product in the equation. Cos theta equal to vector A dot vector B divided by AB. Vector A dot vector B വരുമ്പോഴേക്കും എന്താ വരിക? 1 into y plus j വരുമ്പോൾ 1 into minus 1. ന്യൂമറേറ്ററിൽ 1 minus 1 0 ആണ്. ന്യൂമറേറ്റർ 0 വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിനോമിനേറ്റർ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് നോക്കാം. മോഡുലസ് ഓഫ് വെക്ടർ A square root of 1 square plus 1 square. Modulus of vector B 1 square plus minus 1 square. Root 2 into root 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. Root 2 into root 2 is 2. Square root of 2 square is 2. പക്ഷെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ, ന്യൂമറേറ്ററിൽ 0 ആണല്ലോ. So cos theta is 0, theta is cos inverse 0 is 90. Last problem. Find the angle between the force vector F equal to 3a plus 4j minus 5k Newton and displacement E equal to 5a plus 4j plus 3k meter. ഇത് നമ്മുടെ 3 dimensional സ്പേസിൽ
find the angle between the force and the displacement. ആണ് പറഞ്ഞിരിക്കുന്നത്. cos theta കണ്ടുപിടിച്ചാൽ മതി. vector f dot vector d divided by f3. vector f dot vector d 3 into 5 plus 4 into 4 plus minus 5 into 3. That is 15 plus 16 minus 50. അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇനി modulus of vector f is 3 square plus 4 square plus minus 5 square. Modulus of vector b, that is b, is 5 square plus 4 square plus 3 square. അപ്പോ ഡിനോമിനേറ്ററിൽ വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 3 square plus 4 square plus 5 square തന്നെയാണ്. നേരത്തെ √2 into √2 2 എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ വരുന്നത് എന്തായിരിക്കും? 3 square plus 4 square plus 5 square ആയിരിക്കും വരുന്നത്. That is 9 plus 16 plus 25, that is 50. Cos theta equal to 16 by 50. ആ 16 by 50 എന്നുള്ളത് അങ്ങനെ തന്നെ ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് തീറ്റയുടെ കാര്യം എഴുതിയിരുന്നാൽ മതി. cos theta is 16 by 50, then theta equal to cos inverse 16 by 50. വെക്ടേഴ്സിലെ ആംഗിൾസ് angle between the vectors എന്ന പ്രോബ്ലം ആണ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ളത്. 3 എണ്ണം ചെയ്തു തന്നു. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത. എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. പ്രൊജക്റ്റൈൽ മോഷനിൽ നിന്ന് 3 ഡെറിവേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന പ്രൊജക്റ്റൈൽ മോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. ഷോർട്ട് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, പ്രോബ്ലംസും ഉണ്ടാവും. നന്ദി, നമസ്കാരം.